Hi friends, you are watching Remakers, we make your life simple. അപ്പോൾ കൂട്ടുകാരെ ഞാൻ എന്തായിട്ടാണ് അന്നൊക്കെ നേരണ്ടേ അപ്പം നിങ്ങളെല്ലാം ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഞാൻ ഫേക്ക് ആണെന്ന് തന്നെ പറയുന്നില്ല, കാരണം ഇത് ഈസി ട്രൂ സീരീസിലൊരു വീഡിയോ ആണ്. നമുക്ക് അവസാനം അത് ഫേക്ക് ആണെന്നല്ലേ എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കൊക്കക്കോളയിൽ നമ്മുടെ മുട്ടയൊക്കെ മുക്കി വെച്ചിട്ട് ബൗൺസിങ് എഗ് ആക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ജസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കൊക്കക്കോളയിലല്ല, വിനാഗിരിയിൽ. അങ്ങനെ ഒരുപാട് വീഡിയോ ഉണ്ട് വിനാഗിരിയിൽ മുട്ട മുക്കിയിട്ടിട്ട് അത് ബൗൺസിങ് എഗ് ആക്കി എടുക്കുന്നത്. അപ്പോൾ സത്യമൊന്നോ അതോ ഫേക്കാണെന്ന് നമ്മളിന്ന് തെളിയിക്കാനായിട്ട് പോകും. അപ്പോൾ 24 മണിക്കൂർ സമയം വേണം. അതുകൊണ്ട് തന്നെ ഞാനിന്ന് എടുക്കുന്നത് സെപ്റ്റംബർ 3-ാം തീയതിയാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. സെപ്റ്റംബർ 4-ാം തീയതി ആകുമ്പോഴത്തേനും അത് ശരിയാവും, ഈ ഒരു സമയം ആകുമ്പോഴത്തേനും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് സെപ്റ്റംബർ 4-ാം തീയതി തന്നെ ലഭ്യമാവും. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിൽ കിട്ടും. അതിനു മുമ്പ് കാര്യം, ഞങ്ങൾ ഇത്രയും ഗ്യാപ്പ് വരും, വീഡിയോയുടെ ഇത്രയും ഗ്യാപ്പ് വരാനുള്ള കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ വിചാരിക്കാത്ത ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് ഓണത്തിൻ്റെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലാഗ് വരാനായിട്ടുള്ള കാരണം. അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കാതെ നമ്മുടെ ചാനലിന് വേണ്ടി ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുമ്പോൾ ഉറപ്പായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അത് മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴ്ന്ന് കമൻറ്റ് ചെയ്തേക്കണം. നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും നമ്മുടെ കമൻറ്റ് ഓഫ് ദി ഡേ ഇവിടെ വായിക്കാം. അപ്പോൾ നമ്മുടെ ഈ കമൻറ്റ് ഓഫ് ദി ഡേ ചെയ്തേക്കുന്ന ആൻ്റണി ജോൺ എന്ന് പറയുന്ന ഒരു യൂസറാണ്. അപ്പോൾ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മലയാളത്തിൽ പറയാം, സത്യം പറഞ്ഞാൽ ഇംഗ്ലീഷിലാണ് കമൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മലയാളത്തിൽ അങ്ങ് പറയാം. ഞാൻ ആ കമൻറ്റ് ഇവിടെ കൊടുത്തേക്കാം, വായിച്ച് നോക്കേണ്ടവർക്ക് ഇംഗ്ലീഷിൽ തന്നെ വായിച്ച് നോക്കാം. അപ്പോൾ കമൻറ്റ് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള പ്രചോദനമാണ്. അതായത് ഞങ്ങളിപ്പോൾ നിങ്ങൾ കമൻറ്റ് തരാം, ഞങ്ങൾ ഉറപ്പായിട്ടും ഒരു ഹേർട്ട് തരും, ഒരു ലൈക്കും തരും. അപ്പോൾ ഞങ്ങൾ ഹേർട്ട് തരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാത്ത കാര്യം. അത് നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിരുന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈക്ക് കൊടുക്കുന്ന അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, കമൻ്റ് എല്ലാം ഞങ്ങൾ മിക്കവാറും എല്ലാം വായിക്കുന്നുണ്ട്. ഒരുപാട് കൂട്ടുകാർ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വരുന്ന കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം വരുന്ന വീഡിയോയിൽ നിങ്ങളായിരിക്കും ഒരു പക്ഷേ കമൻറ്റ് ഓഫ് ദി ഡേ. അതുകൊണ്ട് കമൻറ്റ് ഉറപ്പായിട്ടും ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം ഞങ്ങളുടെ ലൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അത്രയ്ക്ക് വലിയ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരല്ല, എന്നാലും നമുക്ക് അങ്ങനെ റെയറായി. എനിക്ക് ഇതുവരെ വലിയ യൂട്യൂബേഴ്സൊന്നും എനിക്ക് ലൈക്ക് കിട്ടിയിട്ടില്ല. ഞാനും ഒരുപാട് വീഡിയോയ്ക്ക് പോയി കമൻറ്റ് ചെയ്ത ഒരാളാണ്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു മുട്ട ആവശ്യമുണ്ട്, പിന്നെ നമുക്കൊരു ഗ്ലാസ് ആവശ്യമുണ്ട്. ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കുപ്പിയുടെ പകുതി ആയാലും മതി. ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വിനാഗിരി ആവശ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ എക്സ്പെരിമെൻറ്റിന് കുറച്ച് എടുത്തായിരുന്നു, അപ്പം ബാക്കി വിനാഗിരി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബാക്കിയുള്ള വിനാഗിരി ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഏകദേശം പകുതി വിനാഗിരി മതി, നിറയെ വേണ്ട. ജസ്റ്റ് ആ മുട്ട ഒന്ന് മുങ്ങിക്കിടക്കുള്ള ഇത്രയും വിനാഗിരി മതി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ആ മുട്ട എടുത്ത് ചെറുതായിട്ട് ആ വിനാഗിരിയിലോട്ട് മുക്കി കൊടുക്കണം. അപ്പോൾ അത് താന്ന് പോകത്തേ ഉള്ളൂ, പൊങ്ങിക്കിടക്കത്തില്ല. അഥവാ നിങ്ങൾക്ക് പൊങ്ങിക്കിടക്കുന്ന കാണപ്പെടുവാണെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് ചെറുതായിട്ട് മണ്ടെന്ന് വെച്ചാൽ അത് താന്ന് നോക്കിക്കോളും. അപ്പോൾ ഇനി 24 മണിക്കൂർ ഇരിക്കണം. ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ വരുന്നുണ്ട് നമ്മൾ ആ മുട്ട വിനാഗിരി മുക്കി വെച്ചപ്പോഴേ. ഇനി 24 മണിക്കൂർ നമുക്കിത് സൂക്ഷിച്ച് വെക്കാം എവിടെയെങ്കിലും. അതായത് വലുതായിട്ട് എയർ തട്ടാത്ത രീതിയിൽ നമുക്കിത് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഡേ നമ്മുടെ മുട്ട ഇവിടെ നമ്മൾ വിനാഗിരി മുക്കി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 24 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വെളിയിലെടുക്കാം. അപ്പം അതിന് മുമ്പ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും മണ്ടയിലെല്ലാം ഒരു പത വന്നിട്ടുണ്ട്. അത് വിനാഗിരിയുടെ വിനാഗിരി മുട്ടയുടെ റിയാക്ട് ചെയ്തുണ്ടായ പതയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ മുട്ട ഇതിനകത്ത് ഇട്ട് വെച്ചതും തൊട്ട് ഈ പത ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ മണ്ട വന്ന് അടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മുട്ടയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ, ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വിനാഗിരി ആദ്യമേ മൊത്തം അങ്ങ് ഒഴിച്ച് കളയാം. എന്നിട്ട് നമുക്ക് ഈ മുട്ട വെളിയിലെടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ കഴുകുന്നതിന് മുമ്പ് നിങ്ങളെ ജസ്റ്റ് ആ മുട്ട ഇത് കാണിച്ചു തരാവേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മുട്ട ഇവിടെ നമ്മൾ വിനാഗിരി എല്ലാം ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഇത് നമുക്ക് ജസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. എൻ്റെ മണ്ടയിലത്തെ തോടെല്ലാം മൊത്തമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അകത്തെ ഒരു പാട മാത്രമേ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വൃത്തിയാക്കി എടുത്തിട്ട് നേരെ ക്ലിയർ ആയിട്ടെല്ലാം ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മുടെ എഗ് ഇവിടെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് ബൗൺസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ലോണം തന്നെ നമുക്ക് ഇതിനകത്ത് ബലമൊക്കെ അധികം ബലം കൊടുക്കാതിരുന്നാൽ മതി. നമുക്ക് ചെറുതായിട്ടൊക്കെ ബലം കൊടുത്താലും പൊട്ടിയൊന്നും പോകത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ബൗൺസ് ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു പൊസിഷനിൽ നിന്ന് ബൗൺസ് ചെയ്ത് കാണിക്കാം. അതായത് നിങ്ങൾക്ക് സൈഡിൽ നിന്നൊക്കെയുള്ള കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ട്രൂ ആണോ ഫേക്കാണോ നമ്മളിതുവരെ തെളിച്ചിട്ടില്ല, അത് നമുക്ക് അവസാനം പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ ബൗൺസ് ചെയ്യാൻ തുടങ്ങാനായിട്ട് പോവാം.
അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും ഇനി ഇത് ട്രൂ ആണോ അതോ ഫേക്ക് ആണെന്ന് അറിയാനുള്ള സമയമാണ്. അപ്പം നമുക്കിനി എന്തായാലും നിങ്ങളൊരു ട്വിസ്റ്റാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ ട്വിസ്റ്റിന് കൊണ്ടൊന്നും സ്ഥാനമില്ല. കാരണം ഇത് ഒറിജിനൽ തന്നെ നമ്മുടെ സാധാ കോഴിമുട്ട തന്നെ നമ്മൾ വിനാഗിരിയിലിട്ട് ഒരു 24 മണിക്കൂർ കഴിയുമ്പം ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പം ഇങ്ങനെ ആവും. അപ്പോൾ ഇത് വേറെ ഒരു ഫേക്കും അല്ല, വേറെ ഒരു ബാൾസോ ഒന്നുമല്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇനി ചെറുതായിട്ടൊരു വിശ്വാസം കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ജസ്റ്റ് പൊട്ടിച്ചൂടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മൊത്തമായിട്ടും ക്ലിയർ ആവും. ഇത് എനിക്കൊരു വിശ്വസിക്കാൻ പറ്റത്തില്ല ഫ്രണ്ട്സ്. ഒരു സാധാരണ മുട്ടയൊക്കെ ഇങ്ങനെ കുതിപ്പിക്കുകയും ഇങ്ങനെയൊക്കെ ഞെക്കാൻ പറ്റും. നമ്മളൊരു മുട്ട എടുത്ത് വെച്ചാൽ അഥവാ ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടി കൈ മൊത്തം ആവും. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ദൂരോട്ട് പോയിട്ട് നിങ്ങളെ പൊട്ടിച്ച് കാണിക്കാവേ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ മുട്ട ഇവിടെ സേഫായിട്ടൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇതൊരു കമ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അതോ പൊട്ടിയില്ലെങ്കിൽ നമുക്ക് എറിഞ്ഞും പൊട്ടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് കമ്പ് വെച്ചുള്ള പരീക്ഷണം നടത്തി നോക്കാം. പോളി ഫ്രണ്ട്സ്, അതിൻ്റെ ആ മഞ്ഞക്കറി പോയിട്ടുണ്ട്. അതിൻ്റെ പാടമുണ്ട് ഫ്രണ്ട്സ്. ഇതാണ് നമ്മുടെ മുട്ടയുടെ സാധാരണ അകത്തിരിക്കുന്ന ഒരു പാട. അപ്പം ഇതിൻ്റെ വെളിയിലാണ് നമ്മുടെ തോട് വരുന്നത്. അപ്പം ഇന്നലെ തോടെന്ന് പറഞ്ഞാൽ സാധാരണ സിങ്ക് കേട്ടോ. അപ്പോൾ ആ സിങ്ക് എനിക്കൊന്ന് വിനാഗിരിയായിട്ട് റിയാക്ട് ചെയ്ത് പൊടിഞ്ഞ് പോകുമ്പോൾ ആ ഒരു പാട മാത്രം ജസ്റ്റ് വരുന്നത് ഞാൻ തോന്നുന്നു. അല്ലാതെ ചിലപ്പോൾ പാടയുടെ കട്ടി വന്നിങ്ങനെ ആയതുമായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല രണ്ടും. ഇതെന്തായാലും ഇവിടെ കിടക്കട്ടെ. ഇനി ഇത് നമുക്ക് ഔട്ട്ഡോറുടെ സമയമാണ്. അപ്പോൾ ഇത് നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഔട്ട്ഡോർ എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നേരെ ഔട്ട്ഡോറിൽ കാണാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ എക്സ്പെരിമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ അതൊരു ബൗൺസിങ് എഗ്ഗായിട്ട് മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ചെയ്ത് നോക്കാം, കൊക്കക്കോള വെച്ചും ചെയ്ത് നോക്കാം. ആ ഒരു വീഡിയോ ഞാൻ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ചെയ്യാവേ. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ടുള്ള വീഡിയോ മൊത്തം അടിപൊളി വീഡിയോ ആയിരിക്കും. കാരണം നാളെ ഡ്രീം വ്ലോഗ്സിൽ വീഡിയോ വരുന്നുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അത് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും 6 മണി 6:30 സമയത്ത് ഞങ്ങളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിനോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോട് എനേബിൾ ചെയ്തേക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതിൽ നിന്ന് ഏറ്റവും അടിപൊളി കമൻറ്റ് ഞങ്ങൾ ബെസ്റ്റ് കമൻറ്റ് ഓഫ് ദി ഡേ ആയിട്ട് അടുത്ത വീഡിയോ വായിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ അഖിൽ രാജ് സൈനിങ് ഓഫ്.